ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനയെ തീർത്തതിന് പിന്നിലുള്ള വിജയം പൂർണ്ണമായും മൊസാദിന് ഉള്ളത്. മൊസാദിന്റെ ശിരസിൽ ഒരു പൊൻതൂവൽ കൂടി. അലി ഖമേനി തന്റെ അടുത്ത ഉപദേഷ്ടാക്കളുമായി ഇറാനിലെ ഒരു കൊട്ടാരത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. കൂടിക്കാഴ്ച രഹസ്യമായിരുന്നു എങ്കിലും ആരോ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് വിവരങ്ങൾ കൈമാറി. ഖമേനി എവിടെയാണ് യോഗം നടത്തുക, സമയം, ആരൊക്കെ പങ്കെടുക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ സർക്കാരിനുള്ളിൽ നിന്ന് മൊസാദിലെ പ്രവർത്തകർക്ക് ലഭിച്ചതായിട്ടാണ് സൂചന. ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കളെ ഒരേ സമയം ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ അപൂർവ സമയത്തിനായി തക്കം പാർത്ത് കാത്തിരിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രയേലും. വളരെ അപൂർവമായിട്ടാണ് ഉന്നത സൈനിക നേതാക്കളും ഖമനയും ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലി അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ സംയുക്ത യോഗത്തിനായി ദീർഘകാലമായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഖമനയുടെ കൊട്ടാരത്തിലേക്കാണ് ആദ്യം ബോംബുകൾ വർഷിച്ചത്. ആദ്യ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവ് അവിടെ ഇല്ലായിരുന്നുവെന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നുമായിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ തങ്ങൾ നടത്തിയ ഓപ്പറേഷൻ റോറിംഗ് ലയണിലൂടെ ഖമേനി കൊല്ലപ്പെട്ടിരിക്കാം എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയ ഖമേനിയെ കൊല്ലപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചു. എങ്കിലും സ്ഥിരീകരണത്തിന് ഇറാന്റെ പ്രതികരണം കൂടി ആവശ്യമായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ ഇറാൻ ഭരണകൂടവും മാധ്യമങ്ങളും ഖമേനി കൊല്ലപ്പെട്ട വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ അതീവ സുരക്ഷ നൽകേണ്ട പരമോന്നത നേതാവിനെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം ഉയർന്നു. ഖമേനിയെ കൊല്ലാൻ ഇസ്രയേലും അമേരിക്കയും നടത്തിയ അതീവ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ. ശനിയാഴ്ച ഇത്തരത്തിലുള്ള 3 രഹസ്യ യോഗങ്ങൾ നടന്നതായി ഇസ്രയേലിലെ മൊസാദ് അടക്കം രഹസ്യാന്വേഷണ വിഭാഗം തിരിച്ചറിയുന്നു. ഖമേനിയുടെ കൊട്ടാരത്തിൽ ഇറാന്റെ ഉന്നതർ, സൈനിക കമാൻഡറുകൾ അടക്കം ഒരു യോഗം ചേരുന്നു എന്ന വിവരം മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘടനകൾ വഴി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ലഭിക്കുന്നു. ഇതിന് പിന്നാലെ ആക്രമണത്തിനായി ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ആസൂത്രണം ചെയ്യുന്നു. തുടർന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി താമസിക്കുന്ന സമുച്ചയത്തിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ 30 ബോംബുകൾ വർഷിക്കുന്നു. ഖമേനി എവിടെ നിൽക്കുന്നു എന്ന സ്ഥാനം തിരിച്ചറിഞ്ഞത് ചാരസംഘടനയിൽ നിന്നുള്ള വിവരപ്രകാരമാണ്. ഉടൻ തന്നെ ഖമേനി താമസിക്കുന്ന സമുച്ചയത്തിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ 30 ബോംബുകൾ വർഷിക്കുകയായിരുന്നു. ദ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അവസരം വന്നെത്തിയതിനെ തുടർന്ന് പട്ടാപ്പകൽ തന്നെ ആക്രമണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി ഇസ്ലാമിക് റവല്യൂഷണറി കോർപ്സിന്റെ ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡർ മുഹമ്മദ് പാക്പൂർ, ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സാദെ, പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേശകനും സുരക്ഷാ കൗൺസിലിന്റെ മുൻ സെക്രട്ടറിയും അലി ഷംഖാനി, ഇറാന്റെ സൈനിക മേധാവി അബ്ദുൾ റഹീം മൂസവി, IRGC കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി എന്നിവർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി സൈനിക താവളങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പരമോന്നത നേതാവ് അലി ഖമേനി, പ്രതിരോധ മന്ത്രി അമീർ നാസർ സാദെ, കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് പക്പൂർ ഉൾപ്പെടെ ഉള്ള ഭരണകൂടത്തിന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഓഫീസുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ദശകങ്ങൾക്കിടയിൽ ഇറാൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണം എന്നാണ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. ഈ സംഭവത്തെ തുടർന്ന് 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖമേനിയെ കൊല്ലപ്പെടുത്തിയ സംയുക്ത സൈനിക നീക്കത്തിന് മറുപടിയായി പശ്ചിമേഷ്യയിലുടനീളമുള്ള US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.